നിങ്ങളെല്ലാവരും കോളേജിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ +1 +2 ഒക്കെ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഡിഗ്രി കോഴ്സിന് സ്റ്റാർട്ട് ചെയ്തതാണ്. സാധാരണഗതിയിൽ ലോക്ക്ഡൗൺ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ കോളേജിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. ഇതിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ദെൻ ഞാനിവിടെ നിങ്ങൾക്ക് എടുക്കുന്നത് മൈക്രോബയോളജി ആണ്. അതിനു മുമ്പേ മൈസെൽഫ് ബിന്ദീപ് ഫ്രം കാലിക്കറ്റ്. ഓക്കെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെയുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്, MLTയിൽ തന്നെയുള്ള മൈക്രോബയോളജി സെക്ഷനിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വരുന്നത് മൈക്രോബയോളജി പഠിക്കുന്നത് ബേസിക് മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ബേസിക് മൈക്രോബയോളജിയാണ് ഞാൻ എടുക്കുന്നത്. ഇമ്മ്യൂണോളജി നിങ്ങളുടെ ക്ലാസ് ഇൻചാർജാണ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. നമുക്ക് ഇന്ന് നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അധികം ബൾക്കായിട്ടൊന്നും എടുക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമായിട്ട് കുറച്ച് ഫെമിലിയർ ആയിരിക്കണം. നമ്മൾ ഈ ഒരു മൂഡിൽ പ്ലാറ്റ്ഫോം വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് ക്ലാസ്സിനെ പറ്റി ചെറുങ്ങനെ നോക്കാം. നമ്മൾ നോക്കുന്ന സമയത്ത് മൈക്രോബയോളജി നോക്കാം. മൈക്രോബയോളജി നിങ്ങൾക്ക് അറിയാം, it is the branch of biology which deals with the study of microorganisms. Okay, these microorganisms include, there are very wide varieties of microorganisms. These microorganisms mainly categorized into bacteria, viruses, fungus, parasites. ഇത് മാത്രമല്ല, ഇനിയും കുറെ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബാക്ടീരിയാസ് വരുന്നു, വൈറസസ് വരുന്നു, ഫംഗസ് വരുന്നു, ആൻഡ് പാരസൈറ്റ്സ് ഓഫ് മെഡിക്കൽ ഇമ്പോർട്ടൻസ്. അതായത് നമുക്ക് ഉണ്ടാകുന്ന മെഡിക്കൽ ഇമ്പോർട്ടൻസ് മീൻസ് എന്താണ്, ഹ്യൂമൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹ്യൂമന് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഓർഗാനിസത്തിനൊക്കെ മൈക്രോ ഓർഗാനിസത്തിനെ കളക്റ്റീവ്ലി പറയുന്നത് ആണ് നമ്മൾ പഠിക്കുന്നതാണ് മൈക്രോബയോളജിയിൽ വരുന്നത്. ഇതിനകത്ത് നമ്മൾ ബാക്ടീരിയാസിനെ പറ്റി പഠിക്കും, വൈറസസിനെ പറ്റി പഠിക്കും, ഫംഗസ് ആൻഡ് പാരസൈറ്റ്സ്, ഹെൽമിൻസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അത് കൂടാണ്ട് ഈ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു ഓർഗാനിസത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അത് കൂടാണ്ട് അതിന്റെ പാത്തോജെനിസിസ്, അതായത് എങ്ങനെയാണ് അത് ഡിസീസ് എങ്ങനെയാണ് അത് കോസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ഡിസീസ് പാത്തോളജി, അതിന്റെ ഡിസീസസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ദെൻ ഇമ്മ്യൂണോളജിക്കൽ ആസ്പെക്ട്സ്, അതായത് ഈ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു വൈറസസ് നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് എങ്ങനെയൊക്കെ ആയിരിക്കാം, പിന്നെ അത് നോർമലി ഉള്ള നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും അതും, പിന്നെ അതുപോലെ തന്നെ ഒരു ഡിസീസ്ഡ് കണ്ടീഷനിൽ നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എപ്പിഡമിയോളജി ഓഫ് ഡിസീസസ്, അതായത് ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും, ഇത് എവിടെ നിന്നാണ് ഇതിന്റെ എമർജ് ചെയ്യുന്നത്, എവിടെ നിന്നായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഇത് ഏതൊക്കെ ടൈമിൽ ഡിസീസസ് കോസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള രീതിയിലുള്ള എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസും ഒക്കെ വരുന്നതാണ്. ഇതൊക്കെ കൂടി വരുന്നതാണ് നമ്മുടെ മൈക്രോബയോളജിൻ്റെ അകത്ത് വരുന്നത്. ഈ മൈക്രോബയോളജിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഡിഫറെന്റ് ബ്രാഞ്ചസ് തന്നെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ് ജനറൽ മൈക്രോബയോളജി, മെഡിക്കൽ മൈക്രോബയോളജി, അക്വാറ്റിക് മൈക്രോബയോളജി, അപ്ലൈഡ് മൈക്രോബയോളജി, ആസ്ട്രോ മൈക്രോബയോളജി, എയറോ മൈക്രോബയോളജി, ബയോടെക്നോളജി and veterinary microbiology, industrial microbiology, soil microbiology, agriculture microbiology, pharmaceutical microbiology and environmental microbiology. ഇങ്ങനെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് മൈക്രോബയോളജീസ് തന്നെ വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് മെഡിക്കൽ മൈക്രോബയോളജിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, അതായത് ഹ്യൂമൺ ആയിട്ട് എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ ഏതൊക്കെ വൈറസസ് അല്ലെങ്കിൽ ഏതൊക്കെ പാരസൈറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ബാക്ടീരിയാസ് ഹ്യൂമൻ ഇൻഫെക്ഷൻ വരാം, ദെൻ അതിനെ നമ്മൾ എങ്ങനെ ഡയഗ്നോസിസ് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഓവർകം, ആ ഒരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, ആ രീതിയിലുള്ള സ്റ്റഡീസുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് മെഡിക്കൽ മൈക്രോബയോളജിയിൽ നോക്കുന്നത്. പിന്നെ മെഡിക്കൽ മൈക്രോബയോളജിനെ വീണ്ടും നമ്മൾ കുറെ സബ് ഡിവിഷൻസ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ജനറൽ മൈക്രോബയോളജി, ബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി, എൻറ്റമോളജി ആൻഡ് ക്ലിനിക്കൽ മൈക്രോബയോളജി. ഇങ്ങനെ ഡിഫറെന്റ് സ്ട്രീംസിലാണ് നമ്മൾ മെഡിക്കൽ മൈക്രോബയോളജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇതിനകത്ത് ജനറൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഉള്ള സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അതായത് ഒരു ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഒരു വൈറസസ് ഒക്കെ എങ്ങനെയായിരിക്കും, അതിനാണ് നമ്മൾ അതിന്റെ മെയിൻ ആയിട്ട് ജനറൽ മൈക്രോബയോളജി എന്നുള്ള രീതിയിൽ പറയുന്നത്. ദെൻ ബാക്ടീരിയോളജി മീൻസ് സ്റ്റഡി ഓഫ്
ബാക്ടീരിയ ആണ്. നമ്മൾ എന്ത് മാത്രമേ പഠിക്കുന്നുള്ളൂ? ബാക്ടീരിയാസിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒരു ബാക്ടീരിയനെ പറ്റി നമ്മൾ പഠിക്കുന്നു, ദെൻ അതിന്റെ മോർഫോളജിക്കൽ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും, ദെൻ അതിനെ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കാണാൻ പറ്റും, ദെൻ അതിനെ നമ്മൾ എങ്ങനെയൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റും, അതായത് അങ്ങനെ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ നമ്മൾ ഏതൊക്കെ ഡിഫറെന്റ് ടെസ്റ്റുകൾ വെച്ചിട്ടാണ് ഈ ബാക്ടീരിയനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, പിന്നെ ഈ ബാക്ടീരിയാസ് എന്തെല്ലാം ടൈപ്പ് ഡിസീസസ് ആണ് കോസ് ചെയ്യുന്നത്, ദെൻ അതിനുള്ള പ്രൊഫൈലാറ്റിക് മെഷേഴ്സ്, അതായത് അതിന് നമുക്ക് എന്തൊക്കെ ഡ്രഗ്സ് മീൻസ് ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടോ, അതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ആണ് ബാക്ടീരിയോളജിയിൽ. ദെൻ വൈറോളജി, നിങ്ങൾക്ക് ഇപ്പം കോമൺ ആയിട്ട് അറിയാം, നമ്മുടെ ഈ COVID-19 ഒക്കെ വന്നതുകൊണ്ട് തന്നെ വൈറസ് വൈറസ് എന്നുള്ള രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും വൈറോളജിക്ക് ഇപ്പം റീസെന്റ് നല്ല കുറെ അഡ്വാൻസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന മേഖലയാണ് വൈറോളജി. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ വൈറസസിനെ പറ്റി പഠിക്കുന്നു, അതിന്റെ റെപ്ലിക്കേഷൻ എങ്ങനെയാണ്, ദെൻ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമുക്ക് ഡിസീസസ് കോസ് ചെയ്യുന്നത്, ദെൻ അത് എങ്ങനെയൊക്കെ നമുക്ക് പ്രൊഫൈലാറ്റിക് മെഷേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വൈറോളജിയിൽ പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ മൈക്കോളജി. മൈക്കോളജി മീൻസ് സ്റ്റഡി ഓഫ് ഫംഗസ്. ഈ ഫംഗസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് മൈക്കോളജിയിൽ. ഇതും അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗസ് ഉണ്ട്. ഈ ഹ്യൂമൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഫംഗസ് ഉണ്ട്, ദെൻ നമ്മുടെ നോർമൽ ഫ്ലോറാസായിട്ട് കാണപ്പെടുന്ന ഫംഗസ് ഉണ്ട്, എൻവയോൺമെന്റിൽ കാണപ്പെടുന്ന ഫംഗസ് ഉണ്ട്. അതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ദെൻ അതിനെങ്ങനെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നു, അതിന്റെ ഡിസീസസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ മൈക്കോളജി പഠിക്കുന്നത്. ദെൻ പാരസൈറ്റോളജി മീൻസ് സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്, ദാറ്റ് ഈസ് ഇൻസെക്ട്സ് ആണ് നമ്മൾ ഇതിനെ നോക്കുന്നത്. കുറെ വേംസ് ഉണ്ടാവും, ദെൻ പ്രോട്ടോസോവൻസ് ഉണ്ടാവും, ഹെൽമിൻസ് ഉണ്ടാവും. അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പാരസൈറ്റോളജി പഠിക്കുന്നത്. ദെൻ ഇമ്മ്യൂണോളജി, നമ്മുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസും നമ്മുടെ ഓവറോൾ ഇമ്മ്യൂൺ സ്റ്റാറ്റസും, നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇമ്മ്യൂണിറ്റി വരുന്നത്, എങ്ങനെ ഏതൊക്കെ മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട്, നമ്മുടെ ഓവറോൾ നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഇമ്മ്യൂണോളജിയിൽ. പിന്നെ അത് കൂടാതെ എന്തെങ്കിലും ഡിസീസ്ഡ് കണ്ടീഷനിൽ നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ സ്റ്റാറ്റസിലൊക്കെ ചേഞ്ചസ് വരുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നതാണ് ഇമ്മ്യൂണോളജി. ദെൻ എൻഡമോളജി മീൻസ് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്. പാരസൈറ്റ് മീൻസ് എന്താണ്? സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ആയിരിക്കും. ദെൻ എൻഡമോളജി മീൻസ് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സ് ദ ക്യാൻ ആക്ട് ആസ് എ വെക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻഡമോളജി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഇസ് ദ ക്ലിനിക്കൽ മൈക്രോബയോളജി. അതായത് ഒരു ക്ലിനിക്കൽ സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഡയഗ്നോസിസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് പാത്തോജനിക് ഓർഗാനിസംസ്, ദാറ്റ് മേ ബി വൈറസസ് ആയിരിക്കാം, സംടൈംസ് ബാക്ടീരിയാസ് ആയിരിക്കാം, സംടൈംസ് പാരസൈറ്റ്സ് ഓർ ഫംഗസ് ഒക്കെ ആയിരിക്കാം. ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ മെഡിക്കൽ മൈക്രോബയോളജിയുടെ ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോബയോളജിയിൽ ബേസിക് മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി ആണ് പഠിക്കുന്നത്. ഇതിനകത്ത് ബേസിക് മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മൈക്രോബയോളജിയുടെ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ, അതായത് എന്താണ്, ജസ്റ്റ് ഒരു ബേസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വളരെ സിമ്പിളായി നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളൂ. നമ്മൾ കുറച്ച് ബാക്ടീരിയാസിന്റെ മോർഫോളജിക്കൽ നമ്മൾ പഠിക്കുന്നു, ബാക്ടീരിയയ്ക്ക് മോർഫോളജിയിലുള്ള സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുന്നു. ദെൻ ബാക്ടീരിയയുടെ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നു. ഓക്കെ, മോർഫോളജിന്റെ അനാറ്റമി പഠിക്കുന്നു. പിന്നെ നമ്മൾ ബാക്ടീരിയനെ എങ്ങനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യാം, ഓക്കെ, നമ്മൾ സ്റ്റെയിനിങ് മെത്തേഡ്സ് പഠിക്കുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബാക്ടീരിയയുടെ കുറച്ച് നമുക്ക് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് WHO ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയാസ് ബേസ്ഡ് ഓൺ ദെയർ ഹസാർഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ റിസ്ക് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്ടീരിയ, വൈറസസ്, മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഓർഗാനിസത്തിനെ പ്രിവെന്റ് ചെയ്യാം, നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ദാറ്റ് ഇസ് മെയിൻ ആയിട്ട് വരുന്നത് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ എന്തും കൂടി പഠിക്കുന്നുണ്ട്, നമ്മൾ ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ അകത്ത് പഠിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ നിങ്ങൾ ഫസ്റ്റ് ഇയർ മൈക്രോബയോളജി പഠിക്കുന്നുള്ളൂ. ദെൻ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ വരുന്ന സമയത്താണ് ജനറൽ മൈക്രോബയോളജി പഠിക്കുന്നു. അതിൻ്റെ അകത്ത് ബയോകെമിക്കൽ മീഡിയാസും റിയാജൻസും കാര്യങ്ങളൊക്കെയാണ്, PH ഒക്കെയാണ് പഠിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് സെക്കൻഡ് ഇയറിൽ 2 മൈക്രോബയോളജി പേപ്പർ ഉണ്ട്. ഒന്ന് ജനറൽ മൈക്രോബയോളജി, രണ്ടാമത്തെ പാരസൈറ്റോളജി ആൻഡ് എൻഡമോളജി എന്ന് പറഞ്ഞ ഒരു കമ്പൈൻ പേപ്പറാണ്. അതിനകത്ത് പാരസൈറ്റ്സിനെ പറ്റിയും ഇൻസെക്ട്സിനെ പറ്റിയും നിങ്ങൾ പഠിക്കുന്നു. പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, നമ്മുടെ ഈ ഹുക്ക് വേംസ്, അതായത് നമ്മുടെ വിരകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ കാണുന്ന, സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ കാണപ്പെടുന്ന വിരകളെ പറ്റിയൊക്കെ പഠിക്കുന്നു. ദെൻ ഇൻസെക്ട്സിനെ പറ്റി പഠിക്കുന്നു. പാരസൈറ്റോളജി ആൻഡ് എൻഡമോളജി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു. ദെൻ തേർഡ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്നത് ബാക്ടീരിയോളജിയാണ്. സ്റ്റഡി ഓഫ് ബാക്ടീരിയാസിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ സ്റ്റഡിയാണ് ബാക്ടീരിയോളജിനെ പറ്റി പഠിക്കുന്നത്. ഒരു ബാക്ടീരിയ എങ്ങനെയായിരിക്കാം, അതിന്റെ സൈസ്, ഷേപ്പ്, എങ്ങനെ കൾച്ചർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തേർഡ് ഇയറിൽ പഠിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ബാക്ടീരിയോളജി, അതായത് ഒരു ക്ലിനിക്കൽ സാമ്പിൾസ് നിങ്ങൾക്ക് തരും. ആ സാമ്പിളിനകത്ത് നിന്ന് നിങ്ങൾ പല പല ഡിഫറെന്റ് ടെസ്റ്റുകൾ ചെയ്തിട്ട് നിങ്ങൾ ഒരു ബാക്ടീരിയനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യലാണ് ചെയ്യുന്നത്. ഇത്രയാണ് മെഡിക്കൽ നമ്മുടെ തേർഡ് ഇയറിൽ വരുന്ന ഡയഗ്നോസ്റ്റിക് ബാക്ടീരിയോളജി അല്ലെങ്കിൽ ബാക്ടീരിയോളജിയിൽ വരുന്നത്.
ദെൻ നിങ്ങളെ ഫോർത്ത് ഇയറിൽ വരുന്നത് ഒരു 3 സബ്ജക്റ്റ് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് വൈറോളജി, മൈക്കോളജി ആൻഡ് അപ്ലൈഡ് മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് വരുന്നത്. ഇതിനകത്ത് 3 വൈറോളജി നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, മൈക്കോളജി പഠിക്കാനുണ്ടാവും, ദെൻ ഓൾസോ അപ്ലൈഡ് മൈക്രോബയോളജി പഠിക്കാനുണ്ടാവും. ഇത്രയാണ് നിങ്ങളുടെ 4 വർഷത്തെ നിങ്ങളുടെ മൈക്രോബയോളജി ടോപ്പിക്സ് വരുന്നത്. മൈക്രോബയോളജി പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കുറച്ചൊന്ന് നിങ്ങളും കൂടി ഒന്ന് ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ടേംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നമ്മൾ പറഞ്ഞു വരുന്നുണ്ടാവുക. ഇപ്പം നമ്മളിപ്പം കുറച്ച് വർഷമായി ഈ ഒരു ഫീൽഡിൽ ഉള്ളത് കൊണ്ട് നമ്മളെ ഒരു ഫ്ലോയിൽ അങ്ങ് എടുത്തു പോകും. ഇനി അഥവാ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇൻഫോം ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ രണ്ടായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓർഗാനിസം. ദാറ്റ് ഈസ് യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നു. യൂകാരിയോട്സ് ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചതായിരിക്കാം, സുവോളജി പഠിച്ചതായിരിക്കാം. ആനിമൽസ് വരുന്നു, പ്ലാന്റ്സ് വരുന്നു, ഫംഗസ് വരുന്നു. ദെൻ പ്രോകാരിയോട്സിൽ വരുന്നതാണ് ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗ ഒക്കെയാണ് മെയിൻ ആയിട്ട് പ്രോകാരിയോട്സിൽ വരുന്നത്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ബാക്ടീരിയനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും? ഇതിനെന്ന് പറഞ്ഞാൽ ഒരു സ്മോളസ്റ്റ് സെല്ലായിരിക്കും. നമ്മൾ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് മാത്രമേ നമുക്ക് ഇതിന് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റൂ. സ്മോളസ്റ്റ് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലമൈഡിയ ആൻഡ് റിക്കറ്റ്സിയ ആയിരിക്കും സ്മോളസ്റ്റ് ബാക്ടീരിയ. ദാറ്റ് ഈസ് 0.1 to 0.2 മൈക്രോമീറ്റർ ആയിരിക്കും ഇതിന്റെ സൈസ് വരുന്നുണ്ടാവുക. ലാർജസ്റ്റ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ കുറെ ലാർജസ്റ്റ് ബാക്ടീരിയാസ് ഉണ്ട്, മെനി മൈക്രോൺസ് ഇൻ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് എ യൂണിസെല്ലുലാർ ഫ്രീ ലിവിംഗ് മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. ഹാവിംഗ് ബോത്ത് DNA ഉണ്ടാവും, അതുപോലെ തന്നെ RNA ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് എന്തുണ്ടാവും? എസെൻഷ്യൽ നമ്മുടെ സെൽസിന്റെ എസെൻഷ്യൽ പ്രോസസ് ആയിട്ടുള്ള ലൈഫിന്റെ എസെൻഷ്യൽ പ്രോസസ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും, റീപ്രൊഡക്ഷൻ ഉണ്ടാവും, മെറ്റബോളിസം ഒക്കെ ബാക്ടീരിയയിലും കാണപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ സൈസ് നോക്കുന്ന സമയത്ത് നമ്മൾ ബാക്ടീരിയയുടെ സൈസ് പറയുന്നത് നമ്മൾ മൈക്രോൺസിലാണ് പറയുന്നത്. 1 മൈക്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/1000 മില്ലിമീറ്റേഴ്സിനാണ് നമ്മൾ 1 മൈക്രോൺ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിക്കണം, 1/1000 മില്ലിമീറ്റേഴ്സ് ആണ്. ഒരു ബാക്ടീരിയയ്ക്ക് എത്ര നമ്മൾ സൈസ് പറയുന്നത്? 1 to 2 മൈക്രോമീറ്റർ ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്ര ആലോചിക്കണം, എത്രത്തോളം ചെറുതാണ് നമ്മുടെ പഠിക്കാൻ പോകുന്ന ബാക്ടീരിയ എന്ന് കൂടി ആലോചിച്ചു നോക്കണം. ദെൻ 1 നാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/1000 മൈക്രോമീറ്റർ ആണ്. ദെൻ 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/10 നാനോമീറ്റർ ആണ്. നമ്മൾ പാത്തോജനിക് മെഡിക്കൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പാത്തോജനിക് ബാക്ടീരിയ നമ്മൾ പറയുന്നത് 2 to 5 മൈക്രോമീറ്റർ ലെങ്ത്തിലും 0.2 to 1.5 മൈക്രോമീറ്റർ വിഡ്ത്തിലും ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, മൈക്രോമീറ്റർ ആണ്. ദാറ്റ് ഈസ് 1/1000 മില്ലിമീറ്റേഴ്സ് ആണ് വരുന്നത്. അത്രയും ചെറിയ സംഭവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സ് ആണ്. നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് ഇയർ ആസ്പെക്ട്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുക്കാണ്. ദാറ്റ് ഈസ് പ്രെസ്കോട്ട്സിന്റെ മൈക്രോബയോളജി ബുക്കാണ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ കോസ്റ്റ് ഉള്ള ബുക്കാണ്. മെയിൻലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലെ ജെനറ്റിക്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബുക്സ് ആണിത്. മൈക്രോബയോളജി കുറേ ഡിഫറെൻറ്റ് ബുക്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇതിന് എനിക്ക് തോന്നുന്നു ഒരു അബൌട്ട് 2000 മുകളിൽ റേറ്റ് വരുന്നത് ഈ ഒരു ബുക്കിനാണ്. പക്ഷെ നിങ്ങൾ പറ്റുകയാണ്, എല്ലാവർക്കും ഇത് വാങ്ങിക്കാൻ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ നമ്മുടെ ഒരു റെഫറൻസ് ബുക്ക് ആയിട്ടാണ് നമ്മൾ പ്രെസ്കോട്ടിനെ പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ, ഓൺലി ഫോർ ഫസ്റ്റ് ഇയറിൽ. ഓക്കെ, സെക്കൻഡ് ഇയറിൽ വരുന്ന സമയത്ത് ബുക്ക് മാറും, തേർഡ് ഇയറിൽ ബുക്ക് വരുമ്പോൾ ബുക്ക് മാറും, റെഫറൻസ് ബുക്കുകൾ മാറും. ഓക്കെ, നമ്മൾ പറയുന്ന ബുക്കുകൾ പ്രെസ്കോട്ടാണ്. അത് നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ട് പ്രെസ്കോട്ടിന്റെ കോപ്പി. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിലേക്ക് വരുമല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് ബുക്കും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതിനുശേഷം നമ്മൾ മെയിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബുക്കാണ്. ദാറ്റ് ഈസ് അപൂർവ ശങ്കർ ശാസ്ത്രിയുടെ എസെൻഷ്യൽസ് ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി ആണ്. ഇതിൻ്റെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഈ 4 വർഷത്തേക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ബുക്കാണ് മെഡിക്കൽ മൈക്രോബയോളജിയുടെ എസെൻഷ്യൽസ് ഓഫ് മെഡിക്കൽ മൈക്രോബയോളജി ബൈ അപൂർവ ശങ്കർ ശാസ്ത്രി. ഓക്കെ, ഇതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കുകൾ. മെയിനായിട്ട് ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്ക് ഇതാണ്. പിന്നെ നിങ്ങൾക്ക് മൈക്രോബയോളജി പഠിക്കാൻ ഇത് ബുക്ക് മാത്രമല്ല ഉള്ളത്, വേറെയും ബുക്കുകളുണ്ട്. അതായത് അനന്തനാരായണൻ ആൻഡ് ജയറാം മണിക്കേഴ്സ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് മൈക്രോബയോളജി വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദെൻ മൈക്രോബയോളജി ആൻഡ് ഇമ്യൂണോളജി എന്ന് പറഞ്ഞിട്ട് വരുന്ന വേറൊരു ബുക്സ് വരുന്നുണ്ട്. സുഭാഷ് ചന്ദ്ര പാരിജയുടെ വേറൊരു ബുക്ക് വരുന്നുണ്ട്. ദെൻ മൈക്രോബയോളജി ടെക്സ്റ്റ് ബുക്ക് ഓഫ് മൈക്രോബയോളജി ബൈ നമ്മുടെ CP ബവേജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതറുടെ ബുക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് എടുക്കാം, നമുക്ക് അതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഏത് ബുക്കിൽ ഇപ്പം ബവേജയിലാണെങ്കിലും, ഇനി അതല്ല നമ്മുടെ സുഭാഷ് ചന്ദ്ര പാരിജയിലാണെങ്കിലും, ഇനി അനന്തനാരായണൻ്റെ അകത്താണെങ്കിലും, നമ്മുടെ അപൂർവ ശങ്കർ ശാസ്ത്രിയിലാണെങ്കിലും, നിങ്ങൾക്ക് ഈ 4 ബുക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും കവർ ചെയ്യുന്ന ബുക്കാണ്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പാരസൈറ്റോളജി ആൻഡ് എൻഡമോളജിക്ക് ചില സമയത്ത് വേറെ ബുക്ക് വേണ്ടി വരും. അത് ഇതിനകത്ത് ഉണ്ടാവത്തില്ല. ബാക്കി എല്ലാ സബ്ജക്ട്സുകളും, അതായത് നമ്മുടെ ജനറൽ മൈക്രോബയോളജി ഉണ്ടാവാം, ഫസ്റ്റ് ഇയറിലുള്ള ബേസിക് മൈക്രോബയോളജി ഉണ്ട്,
ദെൻ ഫസ്റ്റ് ഇയറിലെ ജനറൽ മൈക്രോബയോളജി ഉണ്ട്. ദെൻ സെക്കൻഡ് ഇയറിൽ ജനറൽ മൈക്രോബയോളജി ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ ഇമ്മ്യൂണോളജി മൈക്രോബയോളജി ഉണ്ടാവും. ദെൻ തേർഡ് ഇയറിലെ ഡയഗ്നോസ്റ്റിക് ബാക്ടീരിയോളജി ഉണ്ട്. ഫോർത്ത് ഇയറിലെ വൈറോളജി ഉണ്ടാവും. പിന്നെ അപ്ലൈഡിന്റെ കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും. മൈക്കോളജിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ബുക്സ് ആണുള്ളത്. അത് നിങ്ങൾ വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല, അത് ആ സമയത്താണല്ലോ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ബുക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ അപൂർവ ശങ്കർ ശാസ്ത്രി വാങ്ങിക്കുക, അല്ലെങ്കിൽ ജയറാം പണിക്കർ വാങ്ങിക്കുക, അല്ലെങ്കിൽ പവേജ, കുഴപ്പമൊന്നുമില്ല. ഇതിലേത് ബുക്കാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കോളേജിൽ ഫോളോ ചെയ്യുന്നത് ഈ ഒരു ബുക്കാണ്, ദാറ്റ് ഈസ് അപൂർവ ശങ്കർ ശാസ്ത്രിയുടെ ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. ഈ ബുക്കിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അസറ്റായിട്ട് പോയിട്ട് വാങ്ങിക്കാം, അത് പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ല, നമ്മുടെ കോളേജ് ലൈബ്രറി ഉള്ളത് കൊണ്ട് DC നമ്മുടെ കോളേജിൽ ബുക്ക് വാങ്ങിക്കുന്ന സമയത്താണെങ്കിൽ 20 to 30% ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നു. അതൊക്കെ എന്തോ ആവട്ടെ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ 4 ബുക്സിൽ ഏത് ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാം, അതൊന്നും നമുക്കൊരു വലിയ വിഷയമൊന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ ഇത്രയാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും കുറച്ച് എക്സാം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനും അതിൻ്റെ ഇതിലൊക്കെ ബിസിയിലൊക്കെ ആയിരിക്കും. ശരിക്കും നിങ്ങൾക്ക് 28-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, 28, 29, 30, 31 ഞാൻ എക്സാം ഡ്യൂട്ടി കുറച്ച് ബിസി ആയിരിക്കും. അതിനുശേഷവും ജനുവരി ഫസ്റ്റ് വീക്കിലും ഒരു 3 എക്സാം ഡ്യൂട്ടി വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷമായിരിക്കും ഞാൻ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതിനു മുമ്പേ എൻ്റെ കുറച്ച് അവേഴ്സ് ഒക്കെ ഉണ്ടാവും, അത് വേറെ ടീച്ചേഴ്സ് ആയിരിക്കും എടുക്കുക. ഓക്കെ, നമുക്ക് നിങ്ങളോട് ഒന്നും കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോബയോളജിയെ സംബന്ധിച്ച് പഠിക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന കുറച്ച് ടേംസും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന ടേംസ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് അതുമായിട്ട് ഫെമിലിയർ ആവാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാം. അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളും ആ ഒരു രീതിയിലാണ് ക്ലാസ് എടുക്കുക. ഇനി പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് അതിനു മുമ്പ് നമുക്കൊരു നോട്ട്സ് വേണം, ഒരു നോട്ട് ബുക്ക് വേണം. കാരണം നമ്മൾ നോട്ട്സ് ഞാൻ തരാം, ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ഈ ഒരു PPT രീതിയിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. അതിൻ്റെ ഓഡിയോ ഉണ്ടാവും, വീഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങൾ അന്നേരം വേണ്ടത് നിങ്ങളത് നോട്ടിലേക്ക് എഴുതിയെടുക്കണം. ഓക്കെ, നിങ്ങളത് എഴുതിയെടുത്തിട്ട് നിങ്ങളത് വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതിനാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു എവിടെയാണ് ഡൗട്ട് ഉള്ളത് അതിനെപ്പറ്റി നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നോട്ട്സ് ആണ്. നമുക്ക് കുറച്ച് എഴുതാനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ നിങ്ങളെ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, 4 വർഷത്തെ പ്രൊഫഷണൽ കോഴ്സാണ്. അതിന് അതിൻ്റെതായ കുറച്ച് എന്തുണ്ട്, നമ്മുടെ ഒരു ആർട്സ് കോളേജ് നടത്തുന്ന പോലെയല്ല പ്രൊഫഷണൽ കോളേജ് നടത്തുക. അടുത്ത ചിട്ടവട്ടങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ച പോലെയല്ല ഉണ്ടാവുക, നിങ്ങളൊരു ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ ഇവിടുന്ന് എന്താണോ പഠിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഭാവിയുടെ ഫ്യൂച്ചർ. അതായത് നിങ്ങളുടെ ജോബും കാര്യങ്ങളൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം BSc MLT-കാർക്ക് ഭയങ്കര ഡിമാൻഡാണ്. എവിടെയും കോഴ്സ് കഴിഞ്ഞ് ആരും വെറുതെ ഇരിക്കുന്നില്ല. BSc MLT കഴിഞ്ഞിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ പ്ലേസ്ഡ് ആവുന്നുണ്ട് എല്ലാവരും. വളരെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ്. പക്ഷെ കുറച്ച് അതിൻ്റെതായ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പഠിച്ചിറങ്ങി വൺസ് നിങ്ങൾ സപ്ലിമെൻ്ററി ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഓരോ വർഷത്തെ പേപ്പേഴ്സും ക്ലിയർ ആക്കി പോയി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. അത് ഒന്നെങ്കിൽ ഗവൺമെന്റ് സെക്ടറിൽ നമ്മൾ ഡെയിലി വേജസ് ആയിട്ട് എടുക്കുന്നുണ്ട്, ഇനി അതല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ കിട്ടും, ഇനി അതും അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലേക്കും കിട്ടും. ജോലി സാധ്യത തീരെ ഇല്ലാത്ത കോഴ്സ് ഒന്നുമല്ല. ഇന്ന് പഠിച്ചറിയാം എത്ര. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുക്കണം. കാരണം കേരളത്തിൽ തന്നെ 10-30 BSc MLT കോളേജുകളുണ്ട്. ഈ 10-30 BSc MLT കോളേജുകളിലും നിങ്ങളെപ്പോലെ ഓരോ വർഷവും 30 ഓരോ കോളേജിൽ നിന്ന് ഒരു വർഷം ആവറേജ് 25-30 കുട്ടികൾ വെച്ച് പാസ് ഔട്ട് ആവുന്നുണ്ട്. അങ്ങനെ 30 കോളേജുകളിൽ നിന്നും ഈ ഒരു 25 കുട്ടികൾ വെച്ച് അല്ലെങ്കിൽ 30 കുട്ടികൾ വെച്ച് പാസ്സാകുമ്പോൾ തന്നെ ഒരു ബൾക്ക് ഓഫ് സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ആയിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പഠിച്ചിട്ട് ഇറങ്ങി പോവാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ അതാത് ടോപ്പിക്സ് എടുക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഒരു ഡൗട്ട്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ നിൽക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഓൺ ദ സ്പോട്ട് തന്നെ സ്റ്റാഫിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ആ ഒരു ഡൗട്ട് ഉള്ളത് ആ സബ്ജക്റ്റ് എടുക്കുന്ന ആ ഒരു സ്റ്റാഫിനെ ഓൺ ദ സ്പോട്ട് തന്നെ നിങ്ങൾ വിവരം അറിയിക്കുക. പിന്നെ നമ്മുടെ കോളേജിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
എല്ലാ സ്റ്റാഫും എന്താണ് യൂസർ ഫ്രണ്ട്ലി ആണ്. അത് നമ്മുടെ കോളേജിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. പിന്നെ എന്താണുള്ളത്, പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന്, നമ്മുടെ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾ 100% നമ്മൾ ആത്മാർത്ഥതയോടെ തന്നെ ക്ലാസ് എടുക്കും. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങളും കൂടി അതേ രീതിയിലുള്ള 100% നിങ്ങളുടെ ഫ്യൂച്ചറിലും വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ല രീതിയിൽ പാസ് ഔട്ട് ആകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് സാവധാനത്തിൽ നമുക്ക് ക്ലാസ്സസ് ആയിട്ടൊക്കെ എടുക്കാം. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഒരു നോട്ട് വേണം. ആ നോട്ടിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 2 നോട്ട്. ഇപ്പോൾ മൈക്രോബയോളജി ഇമ്മ്യൂണോളജി രണ്ടാൾക്കാരാണ് എടുക്കുന്നത്, ഒന്നെങ്കിൽ ഒരു നോട്ടിന്റെ ഒരു സൈഡിൽ മൈക്രോബയോളജി എഴുതാം, രണ്ടാമത്തെ സൈഡിൽ ഇമ്മ്യൂണോളജി എഴുതാം, അതൊന്നും വിഷയമൊന്നുമില്ല. പക്ഷെ ഒരു നോട്ട് ഉണ്ടായിരിക്കണം. ദെൻ നമ്മളിപ്പോൾ ഓൺലൈനിൽ വെച്ചിട്ട് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു. അത് നിങ്ങൾ ഇപ്പം തന്നെ നോട്ടിനകത്ത് എഴുതി വെക്കാം. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കോവിഡിന്റെ വാക്സിൻ ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും റെഡി ആവട്ടെ, കോവിഡ് ഒക്കെ മാറട്ടെ. അങ്ങനെ എപ്പോഴാണോ കോളേജ് റീ ഓപ്പൺ ആവുന്നത്, അതായത് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ നിർത്തിയിട്ട് നിങ്ങൾ എപ്പോഴാണോ കോളേജിലേക്ക് എൻ്റർ ആവുന്നത്, ആ സമയത്ത് നമുക്ക് ആ നോട്ട് കാണണം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.